വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പം വീണ്ടും വന്നിരിക്കുകയാണ്. പോകുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ ജൂലൈ 3-നാണ് പോകുന്നത്. ഇന്ന് ജൂലൈ 1 നമ്മുടെ വണ്ടി ഫസ്റ്റ് വാഷ് ചെയ്യാൻ പോകണം. പക്ഷെ മഴയും പൊടിയുന്നുണ്ട്. അത് ഇൻറ്റീരിയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. മൊത്തം പൊടിയാണ്, ഇതൊന്ന് മൊത്തം അഴുക്കായിട്ട് കിടക്കുവാണ്. പോകുന്നതിന് 2 ദിവസം മുന്നേ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. എല്ലാ ദിവസവും ഇതിൻ്റെ അകമൊക്കെ വെള്ളം കയറുന്നുണ്ട് ഗൈസ്. ചെറിയ ഈർപ്പം പോലെ അടിക്കുന്നതാണ്. അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. മാറ്റെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ പൊടിയെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉണ്ട് കുഴപ്പമില്ല, നമുക്ക് മാത്രം കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗൊക്കെ എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. ആരണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒന്ന് എല്ലാം തൂത്തൊന്ന് ഇൻറ്റീരിയർ സെറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കി പക്ഷെ കഴുകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മഴയാണ്. മാറ്റെല്ലാം എടുത്ത് നിരത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ വീട്, നമ്മുടെ ആൻറ്റിയുടെ വീട്. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ വണ്ടിയെല്ലാം വെറുതെ കിടക്കണമെന്ന് നോക്കുന്നു. ഞാനിനി ഇതിപ്പം ജൂലൈ 1, 2 ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഗൈസ്. ഇനി വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റത്തില്ല, കുപ്പ്. ഞാൻ പോയിട്ട് വന്നല്ലേ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ക്ലിപ്പ് വിട്ട് പോയതുകൊണ്ട് ഇത് ഡോർ ഇങ്ങനെ തുറന്നാൽ പോകും, ഒറ്റ പോകും. പോകട്ടെ ഗൈസ്. ഇതിനകത്ത് വല്ലാത്ത ശോഭമായിരുന്നു. വെയിറ്റ് ഗൈസ്. ഇപ്പോൾ ഒന്ന് ഒറ്റയടയായിരുന്നു. ഫോണിൻ്റെ കാര്യം തീരുമാനം. അത് നമുക്ക് കൂളൻ്റ് നോക്കാം ഗൈസ്. ആരും വിളിക്കുന്നുണ്ടോ ഗൈസ്? ഒരു മിനിറ്റ്. ആരാന്നറിയാമോ ഗൈസ്? ഞാൻ എൻ്റെ V3 വിറ്റായിരുന്നല്ലോ. V3 വിറ്റ മേടിച്ച ഓണറാണ് വിളിച്ചത്. ഓയിലൊക്കെ കണ്ടോ കരി പോലെ ഇരിക്കും, സൂം ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവനാണ് വിളിച്ച്. വണ്ടി വിറ്റിട്ട് 1 മാസം ഇതുവരെ പേരിലായിട്ടില്ല. അവന് വണ്ടിയുടെ എന്താ കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പുള്ളിക്കാരിയെ വണ്ടി വിൽക്കുന്ന പുള്ളിക്കാരി എപ്പോഴും നമ്മുടെ വണ്ടിയുടെ പേര് വേണം. പുള്ളിക്കാരി ഇപ്രാവശ്യം ചെയ്തിട്ട് 1 മാസം പിടിച്ചിട്ട് വണ്ടി പേലോട്ടാകുന്നു. ഒരു മിനിറ്റ് ഗൈസ്, തുറച്ചിട്ട് തരാം. എത്രയാണ് ഗൈസ് പറഞ്ഞ്? വണ്ടി പേലോട്ടാകുന്നില്ല. അപ്പോൾ അവന് ആ ബ്രോയ്ക്കാണെങ്കിലും വണ്ടിയുടെ കളറൊക്കെ മാറ്റണം. 1 മാസമായില്ല. ഇനിയിപ്പോൾ ഞാൻ 2 ദിവസത്തിനുള്ളിൽ പോവും. പിന്നെ OTP ഒക്കെ എടുക്കണമെങ്കിലും പാടാം. അപ്പം അവനതും കൂടെ കേട്ടപ്പോൾ ടെൻഷനായി. ഓയില് കുറവാ. ടോപ്പപ്പ് ചെയ്തിട്ടും കാര്യമില്ല. ഓയില് മാറാറായതാണ്. ഇനി ടോപ്പപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ലോങ് ഒന്നും പോകുന്നില്ല ഇപ്പം. ഇവിടെയൊക്കെ തന്നെയുള്ള ലോക്കലോട്ടേ പോകും. കുഴപ്പമില്ല, ഇതെല്ലാം സെറ്റാണ്. ഈ ബോണത്തടയ്ക്കാം. മുടിയൊക്കെ ഇരിക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് വന്ന് പഠിക്കാം. അതിൻ്റെ നോക്കിയിട്ട് ഫോൺ വെച്ച് അടയ്ക്കും. എല്ലാം തൂത്ത് തുടച്ചിട്ടുണ്ട്. വണ്ടി ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടുകാരൻ വിളിച്ചു. അവനായിട്ട് കുറേ നേരം സംസാരിക്കുമായിരുന്നു. ഒരു 1/4 മണിക്കൂർ സംസാരിച്ചു. നമ്മളൊരു കമ്പനിക്കാരനായിരുന്നു. നമ്മളൊരു കമ്പനിക്കാരൻ വിളിച്ചിട്ട് കുറേ കാലം അവന് ആവശ്യമായിട്ട് വിളിച്ചേ. ഞാൻ പോവാന്ന് അവനിപ്പോഴും അറിഞ്ഞു. അവനുമായിട്ട് കുറേ സംസാരിക്കുമായിരുന്നു. ബാക്കൊന്നും നോക്കിയില്ല, ഇവിടെ വെക്കത്തെ പോലെ. ഇവിടെ നിന്ന് വളച്ചെടുക്കണം. കുറച്ച് പ്രൊഫഷണലിസം ഒക്കെ വേണം ബ്രോ. ഞാൻ ആരോട് ഇപ്പോഴേ ഇതിങ്ങനെയൊക്കെ വണ്ടി ഇവിടെ വളയ്ക്കുന്നത്. ഈ ഇട കണ്ടാൽ പറയും വണ്ടി ഇതിനകത്ത് കയറി വരുമെന്നൊക്കെ. ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന വഴിയൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. കുഞ്ഞൊരു പോക്കറ്റ് റോഡാണ്. അതിൽ വണ്ടിയൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. പറ്റും. വണ്ടിയല്ല നമ്മളെ വണ്ടിക്ക് കയറാൻ പറ്റുന്ന വണ്ടി. കുറച്ച് വലിപ്പം കുറവോ അന്നേരം കയറ്റിക്കൊണ്ട് വരും. ബൊലേറൊക്കെ കയറ്റിക്കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞാൽ ബൊലേറോ ചെറിയ വണ്ടിയൊന്നുമില്ലല്ലോ. അപ്പോൾ 2 ദിവസം കൂടെ ഉള്ള ഗൈസ്. വൈകിട്ട് എനിക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അത് ഏത് രാജ്യത്തോട്ടാണ്. അല്ല ഞാൻ മണി കാണിക്കാനിരിക്കണം. വണ്ടി തിരിച്ചിടാം. എന്നിട്ട് വീട്ടിൽ പോയി വല്ല ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഫുഡൊന്നും കഴിച്ചില്ല. 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ നല്ല കനത്ത് കഴിക്കാം. നമ്മുടെ സ്പീക്കർ മറിഞ്ഞു വീട്.
എടുത്താൽ മതിയായിരിക്കും. ഭയങ്കര വെട്ടമൊക്കെ നമുക്ക് മൊത്തം കഴുകാമല്ലോ. എന്നിട്ട് കഴിഞ്ഞ് നമുക്ക് കഴുകാം. ഇത് റോസയാ ഗൈസ്. സ്പീക്കർ മറിഞ്ഞു ഒറ്റ മറിച്ച്. അയ്യോ പണി പാളിയല്ലോ. സ്പീക്കറിൻ്റെ അകത്തുനിന്ന് വയറ് കൊടുത്തു പോകും. ഇല്ല, സ്പീക്കറിൻ്റെ വയറ് പിന്നെ 2 ദിവസം കൂടെ ഉള്ളൂ. സ്പീക്കറൊക്കെ അഴിച്ച് വെക്കണം. ഞാൻ പോയി കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ പെട്ടെന്ന് വിറ്റ് പോയി സ്പീക്കറും വെച്ച് വിറ്റ് വിടും. ഡാഡിയുടെ സ്പീക്കറാണ്. ഡാഡി ഇതെങ്ങനെ വെച്ച് വിറ്റ് വിട്ട് തന്നെ ഇപ്പോൾ സ്പീക്കറൊന്ന് കണക്ട് ചെയ്യട്ടെ. ഇന്നിപ്പോൾ 1-ാം തീയതി. ഇനി പോയിട്ട് അവിടത്തൊക്കെ വ്ളോഗ് ഇടാൻ മാക്സിമം ശ്രമിക്കും. പക്ഷെ അവിടെയൊക്കെ പോയി നെറ്റിൻ്റെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നെറ്റ് ശോകമാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ല GB. അപ്പോൾ അതൊന്നും താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അയക്കാന്നല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ വ്ളോഗ് ഇടാം. സ്പീക്കർ ചെയ്യാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നീ വല്ലതും പോയി ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ റിവേഴ്സ് എടുത്ത് മോട്ട് കയറ്റി തിരിച്ച് ഇവിടെ ഇട്ടിട്ട് ഈ വഴിയാണ് നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങി. വഴി അറിയാലോ, ഇത്ര ഉള്ള ഗ്യാപ്പ് വഴിയുടെ. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ടീക്ക് ഗേറ്റും കൂടെ നിറച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു കൈ വെക്കാനുള്ള ഇടയേ ഉള്ളൂ ഈ റോട്ടിൽ കൂടെ പോകുന്നു. ഓക്കെ ഗൈസ്, ഫുഡ് കഴിച്ചിട്ട് വണ്ടി കഴുകാൻ നേരം കാണിക്കാം. ഗൈസ് വണ്ടി കഴുകാൻ മോട്ടർ ഇട്ടുകൊണ്ടിരിക്കുക. പൈപ്പ് വെള്ളമില്ല. ഓസ് ഷാമ്പൂ, ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പൂ എല്ലാം ഇട്ടിട്ട് ഓക്കെ ആക്കിയിട്ടുണ്ട്. മോട്ടർ പൈപ്പിലൊന്നും വെള്ളം വന്നു. 5 മിനിറ്റ് മോട്ടർ ഇട്ടിട്ട് നമ്മുടെ മാറ്റെല്ലാം ഞാൻ അവിടെ കൊണ്ട് വെയിലത്തിട്ടിട്ടുണ്ട്. വണ്ടി അവിടെ കിടപ്പുണ്ട്. കഴുകാൻ നേരം ടൈം ലാപ്സോ ഇവിടെ റോസ, നല്ല മുകളുള്ള റോസ. ഞാനൊരു പൂവിൻ മുട്ടല്ലേ എന്നെ പറിച്ചെടുക്കല്ലേ. മോട്ടറിട്ട് വെള്ളം കയറട്ടെ. ഉണ്ട് ഹിറ്റ് ഇരിക്കുന്നു. ഇടിച്ചിക്കടിക്കണം എന്നെ കൊണ്ടോ ഉണ്ട്. ഇടിച്ചിക്കാണോ ഇൻസ്റ്റാക്കില്ല, ഇൻസ്റ്റൻറ്റ് കില്ല, ഫ്ലൈങ് ഇൻസെക്റ്റ് കില്ല. ഫ്ലൈ എന്ന എല്ലാത്തിനും കില്ല് ചെയ്യാം. കാറ്റടിച്ചാൽ എൻ്റെ മുമ്പിൽ തന്നെ വരുമോ. മോട്ടറിട്ട് വണ്ടി ഇടാൻ നേരം കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ മോട്ടർ അറിഞ്ഞിട്ടുണ്ട്. ഇനി ബക്കറ്റിലൊക്കെ വെള്ളം നിറയ്ക്കട്ടെ. ഓക്കെ, ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു അറിയത്തില്ല. കുറച്ച് ടൈം ലാപ്സ് ആണ്. ഓക്കെ, വണ്ടി ഇതേ വെള്ളമൊക്കെ അടിച്ച് കഴുകി സോപ്പൊക്കെ ഇട്ട് പതയിട്ട് ഈ ടയറിൻ്റെ കൂടെ ഞാൻ വെള്ളം അടിക്കാൻ നേരം ഒരു സാധനം കണ്ടു. അടുത്തൊരു വള്ളി കൈസ് ഇതേ ഒരു ആണി കയറിയിരിക്കുന്നു. എന്നെ പോസ്റ്റൊക്കെയാണ് വള്ളി വരുന്ന വഴിയെ. ഇത് കഴുകിയിട്ട് ആണിയെടുക്കാൻ അങ്ങോട്ട് വേണം. പഞ്ചറാവുന്നവർ പിന്നെ അതിന് തെറ്റിയാണ്. ഇനി എപ്പോൾ കയറി കഴിഞ്ഞ ദിവസം ഒരു കുഴിക്കാത്തതാണ് വണ്ടി കറങ്ങിയെന്ന് കുറേ നേരം. അവരവിടെ മൊത്തം ചെളിയായിരുന്നു. പിന്നെ കഴുകാൻ ഓർത്തെ ഈ അന്നേരം വല്ല അടിച്ചു കയറിയാണ്. അവനിങ്ങനെ കുത്തിയിരിക്കുക. പഞ്ചറായിട്ടില്ല. ട്യൂബ്ലെസ് അല്ലെന്ന് തോന്നുന്നു ടയർ. ട്യൂബ്ലെസ് അല്ല.
അന്നങ്ങനെ 2 5 കാണും. ഞാൻ കഴുകട്ടെ ഗൈസ്. കഴുകാൻ നേരം എങ്ങനെയെങ്കിലുമൊക്കെ ക്ലിപ്പ് എടുത്ത് കാണിക്കും. ഒറ്റയ്ക്ക് പോകും. വണ്ടി മൊത്തം കഴുകിയിട്ട് വരാൻ. ലാസ്റ്റ് വണ്ടി എങ്ങനെ നടക്കുമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ വണ്ടി കഴുകിയിട്ട് ബൈ. വണ്ടി കഴുകി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡോറിൻ്റെ ഇവിടുത്തെ ക്ലിപ്പ് വിട്ട് പോയില്ല, അതൊന്ന് ശരിയാക്കണം. ഒന്ന് നോക്കട്ടെ ഗൈസ്. ഒന്ന് ഇനി ഹീറ്റ് ചെയ്യണം. ചൂട് വെച്ച് ഉരുക്കി സ്ക്രൂ അതിൻ്റെ അകത്ത് കയറ്റണം. ഒരു മെറ്റലല്ല തന്നെ മാറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ, കയറിൻ്റെ മെറ്റീരിയൽ കാണിക്കാൻ ഗൈസ്. ഞാൻ മൊത്തം വേർത്ത് വിളിച്ചിരിക്കുക. സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഉരുക്കി ഇതിന് ഹോൾ ഇടണം. എന്നിട്ട് അതിനകത്ത് ഞട്ട് കയറ്റണം അവിടുത്തെ. ഇതാണ് പരിപാടി. ഇതിന് നടപടി ഉണ്ടെന്ന് ഇനി ഭയങ്കരം കിട്ടി. ഇത് ഞാൻ 2 മിനിറ്റ് നിന്ന് ചൂടാക്കിയിട്ട് അതേ വെച്ചിട്ട് ചെറുതായിട്ടേ ഇത് ഉള്ളിലോട്ട് കയറുന്നുള്ളൂ. അത്രയ്ക്കും ചൂട് വേണമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കട്ടെ ഗൈസ്. എന്തായാലും ഓക്കെ ഗൈസ്. സ്ക്രൂ ഡ്രൈവർ അകത്ത് കയറിയിട്ടുണ്ട്. റോപ്പ് തുളച്ച് ഇനി അടുത്ത് സ്ക്രൂ ഇട്ട് നോക്കട്ടെ ഇത് സെറ്റാകുമെന്ന്. ഇനി പിന്നകത്തൊന്ന് വലിച്ചൂരി എടുക്കണം. ഇനി കയർ പൊട്ടിപ്പോടുന്നു. ഓക്കെ, ഇതിന് തീരുമാനമായി ഗൈസ്. 10ൻ്റെ സ്പാനർ ഇട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും. ഇനി കുറച്ച് പരിപാടിയുണ്ട്. വണ്ടി ഒരു വീൽ കപ്പ് പൊട്ടിപ്പോയായിരുന്നു. അത് ഈ സ്റ്റെപ്പേ കയറിയതാണ്. കേബായി കുടിച്ച് കിട്ടിയതാണ്. ഇനി ഇതൊന്ന് സെറ്റ് ഇതൊന്ന് മുറുക്കി കഴിഞ്ഞ് ഇതിൻ്റെ കാര്യം ഓക്കെ. ഇത് സാധാരണ 2 ഞെട്ടുണ്ട്. 2 ഞെട്ടയിൽ ഒറ്റ ഞെട്ടയിലാക്കി ഒരു ഹോളിലിടുന്നുള്ളൂ. ഇപ്പം ഒരു ഞെട്ടില്ലെങ്കിൽ ഞാൻ ഒരു ഞെട്ട് പോയി മേടിക്കണം. എന്നാലും ഇതിനിപ്പോൾ ടയറിൻ്റെ അകത്ത് കയറി ആണി എടുക്കാൻ പോകണം. എന്നാലും പിന്നെ ഇതിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റൊക്കെ ലൂസാണ്, അതൊന്ന് സ്ക്രൂ ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടി സെറ്റാക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, സാറിന് ഈ ലോക്ക് പോയായിരുന്നു. അങ്ങനെ പോയെന്നൊരു വീഡിയോയിൽ ഇത് ജാമ എപ്പോഴും ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ അകത്തുകൂടെ നടക്കും. ഇങ്ങനെ അകത്തുകൂടെ തുറന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചില്ല, ഇങ്ങനെ വിട്ടോണ്ട് ഡോർ അവിടെ ചെന്ന് ഇടിക്കുകയായിരുന്നു. ഇപ്പം റെഡിയായി. ഇപ്പോൾ സ്ക്രൂ ഇട്ടോടെ ഓക്കെ, ആ കാര്യം തീരുമാനമായി. ഇനി എന്താണെന്ന് നോക്കട്ടെ. ഇനി എന്തൊക്കെ ലൂസ് അതിൻ്റെ മുറുക്കാൻ പറ്റും നോക്കി. സീറ്റ് ആണെങ്കിൽ ലൂസാണ്, അതിൽ ചൂട് പറയിട്ടില്ല. നോക്കട്ടെ. വണ്ടി ഇവിടെ കയറ്റി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞ് ഞാൻ എന്നാൽ ഇതിനകത്തൊരു ഹാക്ക് ചെയ്തേ. സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ച് പുക കണ്ടോടെ തങ്ങി നിൽക്കുന്നതിനകത്ത്. മറ്റേ റൂം ഫ്രഷർ അടിച്ചാൽ മതി, പക്ഷേ അതിൻ്റെ സ്മെല്ലൊരു വല്ലാത്ത സ്മെൽ. ഇതുണ്ടോ സാമ്പ്രാണിത്തിരി? ആ താഴെ വെച്ചേക്കുന്ന പേപ്പർ ബിവറേജിലെങ്ങാണ്ട് ബില്ല. ഞാൻ ഫ്രഷാകട്ടെ ഗൈസ്. ഞാനൊന്ന് സർവീസ് ചെയ്തിട്ട് വരാം. ഓക്കെ ബൈ. ബാക്കി പരിപാടി എന്നാന്ന് വെച്ചാൽ കാണിക്കാം. മണി എക്സ്ചേഞ്ച് ചെയ്യണം, ഇതിൻ്റെ ആണി ഊരി എടുക്കണം. അപ്പുറത്തായിരുന്നു തോന്നാണ്. ഓക്കെ
കോട്ടയം വരെ പോവാ നമ്മളെ പൈസ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അങ്ങോട്ട് പോട്ടെ ഗൈസ്, എന്താ സംഭവം അവിടെ ചെന്നിട്ട് അറിയാം. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൈസ എക്സ്ചേഞ്ച് ചെയ്താൽ മതി, ബാക്കിയെല്ലാം പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് പോയപ്പോൾ അക്കൗണ്ടിൽ ലിമിറ്റ് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് പോകും. അപ്പോൾ എന്നാലും അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. കാണും ഓറിയൻറ്റ് എക്സ്ചേഞ്ച് വെയർ സർവീസ് ഇസ് അവർ പ്രയോറിറ്റി. അപ്പോൾ ഇവിടെ നിൽക്കുവാണ്, നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കോട്ടയം ബേക്കറി ജംഗ്ഷൻ. ഈ ആകാശപാതയൊക്കെ ഉടനെ റെഡിയാവുമെന്നോ? ഉടനെ അല്ല, അതൊക്കെ റെഡിയാവും. ഭരണം അറിയില്ല കൈ. അവർ പുള്ളിയെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക, പുള്ളി വരട്ടെ എന്നിട്ട് കാണിക്കാം. നമ്മുടെ മണിയുടെ ഡീറ്റെയിൽസ് 24.12. പിന്നെ അവിടുത്തെ 2500 റുപ്പീസ് കിട്ടും. നമ്മൾ ഇത്ര രൂപ പേയ്മെൻറ്റ് ചെയ്യണം. ഇത് കണ്ടിട്ട് ഏതാ കൺട്രി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യും. കാണട്ടെ. കിട്ടി ഗൈസ്, ഫണ്ടെല്ലാം കിട്ടി. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, അവിടെ നിന്ന് എണ്ണുമായിരുന്നു. ഫണ്ടെല്ലാം കിട്ടി, ഓക്കെ ആണ്. ഞാൻ ഫണ്ട് കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവൂ. ആര് കാണാനും അതൊക്കെ അല്ലേ. ഈ വ്ളോഗ് എന്തായാലും വൈകിട്ട് തന്നെ വരും ഗൈസ്. എന്തായാലും ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇതാണ് സംഭവം. ഇതിനകത്താണ് ക്യാഷ് ഇട്ടേക്കുന്നത്. ക്യാഷ് നമുക്ക് കാണിക്കാം. എന്നാണ്ടാന്ന് മനസ്സിലാകത്തില്ല എനിക്ക്. ഇതാണ് ക്യാഷ്. നമ്മുടെ നാട്ടിൽ 60,000 രൂപയാണ് ഈ കിടന്ന് ആടുന്നത്. ഇത്രേ ഉള്ളൂ. 50-ന്റെ നോട്ടും 100-ന്റെ നോട്ടും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിക്കേറെ ടയറിനകത്തൊന്നും ആണി ഊരി എടുക്കണമല്ലോ. അതിനി പോകണം. അതിനി പോയിട്ട് എന്താ സംഭവം പോയി നോക്കട്ടെ. പഞ്ചറായി കാണുമായിരിക്കും. ആണി വലിച്ചു നല്ല സാധനം വന്നു അറിയത്തില്ല. നമുക്ക് എന്നാലും അത് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. ഗൈസ്, വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി ഇവിടെ നിന്ന് ഇറക്കട്ടെ. ഇനി എല്ലാവർക്കും ഈ വ്യൂ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സീറ്റേലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പാസഞ്ചർ സീറ്റേല് ബാക്കിലെ സീറ്റേലും പിന്നെ ഞട്ട് പോയത്. ആ സീറ്റ് ഒറ്റ ഒരു ബോൾട്ടയിലാണ് നിൽക്കുന്നത്. ഇതും ഒരു 2-3 എണ്ണത്തേലെ ഞാൻ ഇതേന്ന് പറഞ്ഞാൽ അഴിച്ച് ബാക്കിലോട്ട് ഇടാന്ന് വെച്ചപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുപോലെ ഇരിക്കും. ഇത് കഴിഞ്ഞ ദിവസം ഒന്നും കൊണ്ട് മുറുക്കിച്ച് അന്നേരം അതിന് ഞട്ടിടാൻ മറന്നു. അത് സീറ്റിന് ഭയങ്കര ആട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞട്ട് ഞാൻ എന്നിട്ട് ഇന്ന് വണ്ടി കഴിയുമ്പോൾ നോക്കിയപ്പോൾ അന്നേരം മുളകും എടുക്കുന്നുണ്ട്. അന്നേരം ഇതൊന്നും പറഞ്ഞില്ല. വണ്ടി കഴിയപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ആ സീറ്റ് ഒറ്റ ഞട്ടല്ല. അതും 3 പേർക്ക് ഇരിക്കുന്ന സീറ്റ് ഒറ്റ ഞട്ടല്ല ഇരിക്കുന്നത്. ഒറ്റ ഞട്ടയിൽ ഇരിക്കുമെന്നൊന്നും ആലോചിച്ചു. സീറ്റിന് അതുപോലെ ആട്ടോ എന്ന് പറഞ്ഞാൽ അതുപോലെ ആട്ടോ. നിൽക്കുന്ന സർക്കാരൊക്കെ കാണിക്കണം. നല്ല വണ്ടിയിൽ ഇരിക്കത്തൊന്നും കഴുകിയത് അടുത്ത മഴ കൊണ്ട് നനയ്ക്കട്ടെ. കിട്ടിയിട്ടുണ്ട്. മമ്മി ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. നമുക്ക് താഴോട്ട് പോവാം. ഈ പണ്ട് ഞാൻ വണ്ടി ഇവിടെ കൊണ്ട് ഉരച്ചുകൊണ്ട് ഈ വഴി പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് അന്ന് വണ്ടി ഉരച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു വണ്ടി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരത്തില്ല. പിന്നെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. ലൈഫിലാണെങ്കിൽ പോലും അങ്ങനെയല്ലേ. ലൈഫിലാണെങ്കിൽ പോലും നമ്മളൊരു കാര്യം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ചെയ്യണം. ആവശ്യമുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ട് എന്തിനാണ് ബാക്കിയുള്ളവർ വായിക്കുന്ന കാര്യം കാര്യമില്ല. നമുക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യാം. ഇങ്ങനൊരു വണ്ടിയില്ല വന്നു കഴിഞ്ഞാൽ നടക്കുന്ന ഒരാളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ വല്ല വണ്ടിയിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കണം. അതിനുള്ള വീഡിയോ ഉണ്ട്. നാട്ടുകാരെല്ലാവരും കൂടെ സഹകരിക്കുമായിരുന്നെങ്കിൽ ഫ്യൂച്ചറിൽ വേറെ വീടൊക്കെ വെക്കണമെന്നാണ് എനിക്ക്. ഇവിടെ ഈ വീട് റിനോവേറ്റ് ചെയ്താലും വണ്ടി ഒന്നും കയറി ചെന്നിട്ട്
തോന്നത്തില്ല ഗൈസ്. അതാണ് കാരണം. ഇനി സീറ്റ് ബെൽറ്റ് ഇടാം. ഇനി റോഡാണ്. അപ്പൊ നമ്മള് താഴെ ഇറങ്ങി ഗൈസ്. ഈ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയുണ്ട്? ഇതിനകത്ത് ആണി കയറി ഇരിപ്പുണ്ട്. അത് എടുക്കണം. അവന്മാര് റോസ് ഷിബുവൊക്കെ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കടവിൽ. പോയി നോക്കാം അമ്മാരോടെ ഉണ്ടോ. ഞാൻ വിളിച്ചില്ല. പിന്നെ നീയൊക്കെ കഴിഞ്ഞിട്ട് ഷാമ്പൂ വിളിക്കത്തില്ലാത്ത പോലെ ഉണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ ഉണ്ട്. ആക്ച്വലി ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. കുളി കഴിഞ്ഞ് ഫുഡ് അടിച്ച് നേരെ കോട്ടയം പോയി. നമ്മുടെ സ്കൂട്ടർ എടുത്തിട്ട് കോട്ടയം പോയി മണി എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ വണ്ടി എടുത്ത്. ഇതിനൊക്കെയാണ് ഓരോരോ മാസം പോകുന്നത്. വണ്ടിക്ക് ഓയിൽ ലീക്ക് ഉണ്ട് കേട്ടോ. വണ്ടി ഫ്രണ്ടിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്. വൈകിട്ട് കേബായൊക്കെ ചെയ്യുമ്പോ ഞാൻ പോവാണ് ഗൈസ്. നീ എന്നാ ഇന്ന് ബുധൻ, വ്യാഴം ഒറ്റ ദിവസം കൂടെ ഉള്ളൂ. വെള്ളിയാഴ്ച ഉച്ച വരെ. ഉച്ച കഴിഞ്ഞ് നേരെ ഓഫ് ടു നെടുമ്പാശ്ശേരി ഗൈസ്. പിന്നെ എൻ്റെ കൂടെ ഒരു പയ്യനും ഉണ്ട്. അവൻ കൊച്ചിക്കാരനാ. അവനെന്തോ ഞാൻ പഠിക്കാൻ പോകുന്ന ലോജിസ്റ്റിക്സ് ആണ് ഗൈസ്. അത് പറഞ്ഞതെന്നല്ലോ കഴിഞ്ഞ ദിവസം ഇട്ട പോകുന്നത്. ഈ വ്ലോഗ് എന്നാ എനിക്കിന്ന് വൈകിട്ട് ഇടണം. ഇന്ന് വൈകിട്ട് ഞാൻ 8 മണിക്ക് മുന്നേറ്റ് നടക്കത്തില്ല. നാളെ രാവിലെ ഇടാം കേട്ടോ. നാളെ രാവിലെ ഇടാനേ പറ്റത്തുള്ളൂ. 8 മണിക്ക് മുന്നേ ഒന്നും നടപടിയില്ല. ഞാനത് ഈ പോയിട്ട് എപ്പോൾ വീട്ടിൽ കയറി ഒരു 3 മണിക്ക് വീട്ടിൽ വന്നാലേ ഫോൺ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊന്ന് കട്ട് ചെയ്യുക, എല്ലാം കറക്റ്റ് രീതിയാക്കുക, അത്രേ ഉള്ളൂ. തംബ്നെയിൽ പോലും ഞാൻ ചെയ്യത്തില്ല. ചുമ്മാ ഏതെങ്കിലും ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആകെ തംബ്നെയിൽ. നമ്മൾ കടവിൽ വന്നിട്ടുണ്ട്. കടവ് നിങ്ങൾ പകല് കാണുന്ന ആദ്യമായിട്ടാണ്. ഷിബു എന്തോ വള്ളിയായിട്ട് വന്നിട്ടുണ്ട്. എന്നാ പറ്റിയാളെ പബ്ലിഷ് ചെയ്യുന്നു. ഷൈജു എന്നാണോ പറയാനുള്ളത്? ബോസ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ചില്ലിൻ്റെ അകത്താ. എന്നാണ് എന്നെ കുഴപ്പം എന്നാണ്? ഇതെന്നാണ് നിന്റെ കൈ കിടക്കുന്ന കൈ കിടക്കുന്ന ഇവനാരാളാ? ഇവനാരാളാ? അറകപ്പയ്യൻ. എന്നെ ഏത് 18? പോടാ അങ്ങോട്ട്. ഷിബു പറയുന്നത് എന്നാണ് കേൾക്കാം. ഷിബുവാണ് നമ്മുടെ ഇന്നത്തെ കണ്ടല്ലേ. പോവാണ് ഗൈസ്. നമ്മള് വണ്ടിയുടെ ടയർ നോക്കാൻ പോവാ. നമ്മളോട് ഷൈജു ഉണ്ട്, ഡയറക്ടർ ഉണ്ട്. ഡയറക്ടറാന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഏതോ പോസ്റ്റർ അടി പേര് തന്നെ കണ്ടത്. ഡയറക്ടർ എന്ന് പറഞ്ഞ ഏതോ ഒരു പടത്തിന്റെ ഒക്കെ അടിയിൽ അവന്റെ പേരൊക്കെ അവർ എഴുതി. അത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാന്ന് തോന്നുന്നു. എഡിറ്റ് ചെയ്ത് ഏതോ അതുപോലൊക്കെ ചെയ്ത ഏതോ പോസ്റ്ററിന്റെ അടി അവന്റെ പേരൊക്കെ ഡയറക്ടഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. എന്നാണോ സംഭവം? ഉള്ളതാണോടെ എന്നാ ഉള്ള ആർക്കുണ്ടെന്ന് എന്നാ ഉണ്ടെന്ന്. പതുക്കെ പോണം, പതുക്കെ പോണം. നീ എന്താ ഈ റേസ് ഒക്കെ പോണം. പതുക്കെ ലൈഫ്. അന്ന് നീ ഇറങ്ങിയിട്ട് ഓടി റേസ് ചെയ്യും. നീ ഇറങ്ങിയിട്ട് വണ്ടി ജീവിതം ഒരു റേസ് ആണ്. നമ്മളപ്പോൾ ഓടി നിൽക്കും. എന്നാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ ഓടിയോ അല്ലേ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അടി മേടിക്കോ സെൻസർ ചെയ്യാൻ. പിന്നെ നീ എഡിറ്ററിനാണ് സെൻസർ ചെയ്യാൻ. നമ്മുടെ കൂടെ വലിയൊരു എഡിറ്റർ ഉണ്ട്. ഇവനവർക്ക് ഇപ്പൊ ഇവനാന്ന് വല്ല പക്ഷെ ചെറിയ ഇവൻ പെട്ടെന്ന് പൊങ്ങിയ. ഇവനിപ്പൊ എന്റെ പേര് പറയാന്ന് ഓർത്തെ. പോടാ. ഇവന്റെ അപ്പനെ പോലെ ഇവനൊരു പ്രതീക്ഷയില്ല. അന്നേരോ ഏത് സാറാ? ഇതൊഴിയോ നീ കടയിൽ ചെല്ലട്ടെ ഗൈസ്, എന്നിട്ട് നോക്കാം. നമ്മളെ വണ്ടിയാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടയറുകളാ. കഫേ കയറി അപ്പോഴാണ് ടയർ ഇടാ അല്ലേ? നമ്മുടെ ടയർ ഊരിയിട്ട് ഇട്ട് തരാന്ന് പറഞ്ഞു. പക്ഷെ ആണി എടുക്കൂന്ന് പറഞ്ഞു. ടയർ ഊരിയിട്ട് ഇടാന്ന് പറഞ്ഞു. ആണി എടുക്കൂലെന്നൊന്നും പറഞ്ഞില്ല. ഡയറക്ടർ അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഈയിടെയായിട്ട് കട്ട് ഷോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ആക്ഷനൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് പുള്ളി ഒന്ന് വിട്ട് മാറി നിൽക്കുന്നേ ഉള്ളൂ. ഇത്ര നാളെ എറണാകുളത്തായിരുന്നു. നമ്മളിവിടെ ഒരു കഫേ ആണ്.
തുടങ്ങി ഡിച്ച് ചെയ്യുള്ളൂ. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായത് നമ്മരെ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ചെറിയൊരു വാട്ടർ ഫൗണ്ടേഷൻ എന്തൊക്കെയായാലും ഗൈസ്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കൊള്ളാം. ഇവിടെ കൃഷ്ണനൊക്കെ ഇരിപ്പുണ്ട്, അത് കൊള്ളാലോ. ഒരെണ്ണം എടുത്ത് വണ്ടിക്കത്തില്ലല്ലോ. ആ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇപ്പോൾ ബോസിന്റെ സ്നാപ്പ് കാണാം. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ അഭിപ്രായങ്ങളൊക്കെ പറ. നല്ല അഭിപ്രായം. ഷൈജുവിന്റെ അഭിപ്രായം എന്താ? ബോസിനോട് പിന്നെ ചോദിക്കണ്ട, അവൻ ഏതാണ്ടൊക്കെ ആ ഒരു രീതിയിലായി. അല്ല ഞാൻ എല്ലാത്തിന്റെ അഭിപ്രായം നിങ്ങളോട് ചോദിച്ചേ. ഹലോ, ഇവിടുത്തെ ആംബിയൻസ് അതല്ല, ഞാൻ പോകുന്നതിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചേ. ഞാൻ അഭിപ്രായം എന്നാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നല്ല അഭിപ്രായം, നല്ല ചോദ്യം. ഷൈജു, ഞാൻ പോകുന്നതിൽ തന്നെ നിനക്ക് അഭിപ്രായം? കുഴപ്പമായി. കുമാരൊക്കെ വേറെ മൂഡിലാണ്. ഇവന് മലേഷ്യക്ക് വരുന്നുണ്ടെന്നാ പറയുന്നത്. അവൻ കൃഷി തുടങ്ങുമോ ബോസ്? വീടിന്റെ പുറകെ 4 പയറും കണ്ട്, പ്ലേറ്റിൽ നിന്ന് കണ്ട് പയറും കണ്ട്. അതെ, ആ പയർ ഒന്നിനും കൊള്ളത്തില്ല. അടുത്തത് ബോസ് ചീഞ്ഞ പയറായിരിക്കാം അതിലുണ്ടാവുന്നേ. എന്നത് നീ നമ്മളെ വണ്ടി എടുക്കട്ടെ ഗൈസ്. ലൈമ് പറഞ്ഞിട്ടോ, ലൈമ് വരട്ടെ. ഈ ലൈമ് പറഞ്ഞിട്ട് തന്നെ വന്ന ഇവിടെ കളറൊന്നും ഇല്ലാത്തതാണ്. ചാട്ടം കിടന്നത് ഞാൻ നായകനാവാ. ആ നായിക നായകന് സൂപ്പർ. എടാ ഞാൻ പറയട്ടെ, ഇതൊരു പ്രേതത്തിന്റെ ഹൊറർ മൂഡ് പരിപാടി. ഹൊറർ മൂഡ് എന്ന് പറയുമ്പോൾ നീ എങ്ങനത്തെ ഒരു പ്രേതത്തിനെ ഉദ്ദേശിക്കുന്നത്? കേൾക്കാൻ കൈസ്, അതൊക്കെ കട്ട് ചെയ്ത് കളയല്ലേ. ഇതൊക്കെ എങ്ങനെയാ ഇടുന്നത്? നീ എങ്ങനെയുള്ളൊരു പ്രേതത്തിനെ ഉദ്ദേശിക്കുന്നത്? എടാ പ്രേതം പറയുമ്പം നമ്മള് തന്നെ ഇത് സാധാരണ പേടിപ്പിച്ച് ജംസ്കേഴ്സ് ഒന്നും അല്ല പരിപാടി. പിന്നെ പേടിപ്പിക്കാതെ തന്നെ പ്രേതം. എടാ ഈ പ്രേതം പറയുമ്പം ഈ പേടിപ്പിക്കുന്ന പറയുന്നത് ഹൊറർ സബ്ജക്റ്റിന്നേ ഉള്ളൂ. അതായത് ഈ പ്രേതം പറയുമ്പോൾ പെട്ടെന്ന് ഞെട്ടുക, ജംസ്കേർ, നമ്മള് സൈലൻസ് മൂടി പോകും. സൈലൻസ് മൂടി കൊണ്ടുപോയി നല്ല നല്ല കോംപ്ലിമെന്റ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല. എന്താ കളിക്കാൻ അറിയത്തില്ലല്ലോ നിനക്ക്? പണ്ട് നമ്മള് വിളിച്ചോണ്ടിരുന്നല്ലേ കുപ്പിയുടെ അടപ്പിട്ട്, പേനയുടെ അടപ്പിട്ട്. എന്നത് ഇവൻ കളിക്കത്തില്ല. കബഡി കളിച്ച് പറഞ്ഞതോ? ഓ സൂപ്പർ. ഏതാ സൂപ്പർ? പേപ്പർ ഇട്ടോ റബ്ബർ ബാൻഡ് ഇടുക, കളിക്കുക. ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഉള്ള പിള്ളേരോടൊക്കെ അടിച്ചുണ്ടല്ലോ. പണ്ടൊരു കളി ഉണ്ടായിരുന്നു, വെട്ടുവെന്ന് പറഞ്ഞു. പുതുപ്പാളിയുണ്ട് കാണാൻ. ലേസിന് ഭയങ്കര ടേസ്റ്റ്. പുതിയ അങ്ങനെ സാറിന് ലേസ് ഒന്നും കഴിക്കാറില്ലാത്ത, വല്ലപ്പോഴൊക്കെ കഴിക്കത്തുള്ളൂ. കൊള്ളാം. ആരൊക്കെ നമ്മളെ വണ്ടി എടുക്കട്ടെ. ഇനി ആ കിടക്കുന്ന നെക്സോൺ അവിടെ നിന്ന് എടുത്താലും നമ്മുടെ വണ്ടി അവിടെ ഇടണം, എന്നാലേ നടക്കത്തുള്ളൂ. തിരിച്ചുപിടി ഇട്ടിട്ടുണ്ട് ഗൈസ്. ബോസാണ്. വണ്ടി തിരിക്കുക 1 കിലോമീറ്റർ അപ്പുറം പോയി തിരിച്ചിട്ട് വന്നിട്ടുണ്ട്. നോക്കുമ്പോ ഇവിടെ എല്ലാം വണ്ടി അങ്ങ് താഴെ വരെ ബ്ലോക്ക് ആക്കി ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ ഒരു വാട്ടർ ഫൗണ്ടേഷൻ, എർത്ത് കഫേ എന്നതിന്റെ പേര്. വെള്ളം വീഴുന്നുണ്ടോ? അവിടെ ഷിബു വെള്ളം ഒന്ന് കോരിക്കളഞ്ഞാടാ. നിറയോളെ ഇതിപ്പോ ആ വെള്ളം നിറഞ്ഞോ. കോരിക്കള വായർക്കെ കോരിക്കള. വെള്ളം നിറയാറായി. അത് പോത്തെ പെട്ടെന്ന് കോരിക്കള നിറയാറായി. ആ വീൽ കപ്പ് പൊട്ടിയ സൈഡാണോ? വെള്ളമൊക്കെ കോരിക്കള. അല്ല നമ്മളിവിടെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ടല്ലോ. ഈ വീൽ കപ്പ് പൊട്ടിയ ആ സൈഡാണ്. അത് നമ്മള് കണ്ടില്ലല്ലോ എവിടെ പോയെന്ന്. അതല്ല, ആണി കണ്ടില്ലല്ലോ, അഴിച്ചെടുക്കുവാൻ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചിരിക്കുവാണ്. ചാനലടിച്ചിട്ട് അപ്പുറത്തെ സൈഡാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡായിരുന്നു, മാറിപ്പോയി. അപ്പുറത്തെ വീൽ കപ്പ് വലിച്ചൂരി. നീ ഇത് അഴിക്കട്ടെ കൈസ്, എന്നിട്ട് ആണി കാണിച്ചു തരാം. ഞാൻ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടോളാ, ആണി തന്നെ അല്ലേ? ആണി തന്നെ അല്ലേ? എന്തോ സ്ക്രൂവോ? സ്ക്രൂ ഒന്നും അല്ല.
കല്ലല്ലടാ കുരുമ്പിലിരുന്നതാണ് മഴ ഇറങ്ങി അത്തോട്ട് കയറിയിട്ടുണ്ടോ? കല്ലടാ കല്ലാണോ? അയ്യോ നോക്കി അപ്പൊ ഇതാണോ? അതല്ലല്ലോ. അയ്യോ എന്നാ ട്രിപ്പാളാ. ഞാൻ വീഡിയോ കാണിച്ചത് കറക്റ്റ് അല്ലായിരുന്നു. ഇതിനകത്തൊന്നും ഇല്ലേ? ടയർ ഇത്ര അതല്ലല്ലേ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ വീഡിയോ നോക്കട്ടെ. ഒരു കാര്യമില്ല, വണ്ടിയുടെ ടയറൊക്കെ ഊരിയിട്ട് ഈ സൈഡിലെ വീൽ കപ്പ് ഇതാന്ന് പറഞ്ഞ് ഈ വീൽ കപ്പ് ഊരിയെടുത്ത് എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ടയർ ഉരുട്ടിക്കൊണ്ട് ആണിയൊന്നും ഇല്ലായിരുന്നു. ഞാനെന്തോ ചാനലായിട്ട് ആണിയാന്നൊക്കെ പറഞ്ഞ് ടയർ കൂരിച്ച് എടുത്തിടും. ഇനി നമ്മളിങ്ങനെ ഇടണോ? ഇനി നമ്മളിടണം. നമ്മള് പ്രാങ്ക് ആക്കിയില്ലേ വരല്ല. എനിക്കും പറയുന്നൊരു പ്രാങ്കായി. നീ അങ്ങനെ പറയാലേ? അതെ. അയ്യോ അല്ല ഇന്നലെ പോയിട്ടില്ല കഴിച്ച് ചോറ്, ചപ്പാത്തി, ചിക്കൻ കറി. എത്ര ദിവസമായി അന്ന് പാർട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഡീസൻ്റല്ലേ അതിന്റെ എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുന്ന കൈ. ടയർ വണ്ടി ടയർ ഇട്ടോണ്ടിരിക്കുക. ഒരു കാര്യമില്ല, 2 ടയർ ഊരി. ഒന്നുമില്ല ഇരിക്കേച്ചി പാടത് പൊട്ടിപ്പോയി ഇരിക്കപ്പോ. നമ്മള് ടയർ കടയിൽ നിന്ന് ഇറങ്ങി നേരെ കടവിലോട്ട് പോയി. ശിബുവിന്റെ കാറാണ് കിടപ്പുണ്ട്. എനിക്ക് വീട്ടിൽ പോകണം. പാക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. എന്നോട് വീട്ടിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ നേരത്തെ വീട്ടിൽ കയറാണ് ഗൈസ്. കയറിട്ടൊന്നും കൂടെ ഇറങ്ങണം. അന്നേരം കാണിക്കാം. എന്നാലും ഇവിടെ വെച്ച് എൻഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ. ഇനി ഇവിടെ നാട്ടിലുള്ള വ്ളോഗൊന്നും കാണത്തില്ലായിരിക്കും ഗൈസ്. കാണത്തില്ല. ഇനി വേറെ നാട്ടിൽ വേറൊരു ജീവിതം, പുതിയ ജീവിതം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.